ഇപ്പം നമ്മൾ ജിപ്സം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്ക് പുട്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് പെയിന്റിംഗിലേക്ക് പോകാൻ പറ്റും. ഡയറക്റ്റ് പുട്ടി എന്ന് പറഞ്ഞാൽ ജിപ്സം ഇത് 2-3 ക്വാളിറ്റി പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ, ജിപ്സം തന്നെ പല ക്വാളിറ്റിയിലും വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോൺ ഉണ്ടല്ലോ, ഈ സ്റ്റോണ് ഈ കല്ല് വന്നിട്ട് ശരിക്കും മൂപ്പില്ലാത്ത കല്ല്, നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയും മൂപ്പില്ലാത്ത കല്ലുകളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇഷ്ടിക കല്ല് പിന്നെ വെട്ടുകല്ല് ഇതൊക്കെ മൂപ്പില്ലെങ്കിൽ ജിപ്സം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിവെടുക്കും. കാരണം ഈ ജിപ്സം എന്ന് പറയുന്നത് നാച്ചുറൽ ഒരു സാൻഡ് പോലത്തെ സിമന്റ് നിർമ്മിക്കുന്നതിലും ജിപ്സം ഉപയോഗിക്കാറുണ്ട് അല്ലേ? സിമെന്റിന്റെ സ്ട്രോങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജിപ്സം. ജിപ്സം ഈ ക്ലിങ്കർ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലിങ്കറിൽ അതിന്റെ സിമെന്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ജിപ്സമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജിപ്സം അങ്ങനെ വെള്ളം തട്ടിയാൽ ഉരുകി വരും, അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾക്ക് ജിപ്സം അടിച്ചിട്ട് പ്ലാസ്റ്റർ വാഷ് ചെയ്യാൻ ചുമര് കഴുകിക്കളയാൻ ഒന്നും ആകില്ല. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ടൈൽസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, ആ എപ്പോക്സി വർക്ക്. ഇപ്പോൾ പല കെട്ടിടങ്ങളിലും ക്വാളിറ്റി ഇല്ലാത്ത വർക്കർമാർ ഈ എപ്പോക്സി വർക്ക് കൃത്യമായിട്ട് ചെയ്യില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ചുമരിലേക്ക് കയറി പിടിക്കും. അതിപ്പോൾ നമ്മുടെ സിമെന്റിലാണെങ്കിലും അത് പെയിന്റ് ഇളകി വരും.